ഇരിക്കുന്നത്. എങ്ങാണ്ട് നാറിക്കഴിഞ്ഞു പറഞ്ഞു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ ഇവനെ? കളക്ടറെ കൊണ്ട് ഓടി ഇവനാരാ? എങ്ങാണ്ട് പഴം തെണ്ടി. ഈ പരമതണ്ടിയാണോ കളക്ടറെ കൊണ്ട് ഓടിക്കാൻ പോകുന്നത്? ഈ പഴം തെണ്ടി കളക്ടറെ കാണാൻ വേണ്ടി വാലിമ്പൊക്കെ ഓടേടാ. കളക്ടറിനെ കാണാനിരിക്കല്ലേ എന്ന് പറഞ്ഞാല്? അല്ല കളക്ടറെ കാണുമ്പോഴേ ഇവൻ ഓടേണ്ട വാലിമ്പോ കളക്ടർ വരുമ്പോഴേ വാലിമ്പൊക്കെ ഓടേണ്ടേ. കളക്ടറെ കണ്ടു കഴിയുമ്പോഴേ അവന്റെ വാല് പോകും. എങ്ങനത്തെ നാല് കഴിവുള്ള മനുഷ്യൻ എന്നെ എന്തൊക്കെയോ ചെയ്തിട്ടൊക്കെ എന്റെ സ്വത്തെല്ലാം അടിച്ചു മാറ്റാൻ ആരൊക്കെയോ ഒന്ന് പ്രവർത്തിക്കുമോ? എന്നുവെച്ചാൽ എന്താ പറയുന്നത്? പിന്നെ എന്താ കുറെ അവിടുമാർക്കൊക്കെ നമ്മുടെ സ്വത്ത് വേണമെന്ന്, കുറെ അവിടുമാർ ഇതിന്റെ പുറകെ പ്രവർത്തിക്കുന്ന അവിടുമാർക്ക് എന്റെ സ്വത്ത് വേണമെന്ന് പറഞ്ഞാൽ പല പല രീതിയിലാ പലരെ വിളിക്കുക, പലരെ ഇതാക്കുക. എന്താ പറയുന്നത്? ഇവിടെ ഫോണിലും വാട്സാപ്പിലും എല്ലാം എത്തിയിട്ടുണ്ട്. നിന്റെ കാര്യങ്ങളെല്ലാം കാര്യം ശരിക്കും ഇട്ടിട്ടുണ്ട്. ഇതിന്റെല്ലാം കാര്യങ്ങളാണ് തുണി പൊക്കി കാണിക്കാതെ നിങ്ങൾ എപ്പോഴും എന്തിനാണ് തുണി പൊക്കി കാണിക്കാന്? അവൻ അമ്മയെ കൊണ്ടുപോയി കാണിക്കട്ടെ. അവൻ നമ്മളെ കാണിക്കാതെ എന്റെ അമ്മയെ കൊണ്ടുപോയി കാണിക്കട്ടെ. ഇവന്റെ വീട്ടിൽ കണ്ട അല്ല നമ്മള് ഇവന്റെ വീട്ടില് നമ്മളെ കുറിച്ച് കഥ ഉണ്ടാക്കാൻ വരുന്നവരെ കുറിച്ചാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ കഥയൊന്നും ഉണ്ടാക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇവന്മാർ പേടിച്ച് തിരത്തില്ലല്ലോ. കഥ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഇവന്മാർ ഇത് എന്താ കാര്യം എന്തുവാ? അവിടുന്ന് ആ കഥയൊന്നും ഇല്ലാന്ന് പറയുമ്പോ അവളത് നിർത്തുമെന്ന് വിചാരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല, കഥ ഉണ്ടാക്കുന്നുണ്ടായി ഇവന്മാർ രണ്ട് സൈഡ് വലിയ ചൈനാവിന്റെ അവിടെ ഇവിടെ നടക്കുന്നത് ആരൊക്കെയാ, അങ്ങനെ പല പല രഹസ്യങ്ങൾ ഇതിന്റെയൊക്കെ വീട്ടിൽ നടക്കുന്നോണ്ടായി വഹിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാത്തവർക്കൊന്നും ഇരുന്ന കാര്യമൊന്നുമില്ല. എന്താ നമ്മളെ ഇരുന്നോ? ഇതിന്റെ പൊക്കി കയറ്റിയൊന്നും നമ്മൾ ഇവിടെ ഇരിക്കുന്നില്ലല്ലോ. ഒന്നും പൊക്കി കെട്ടിയിട്ട് ഇരിക്കുന്നില്ല ആരും. അതെപ്പോഴും എന്റെ വഴി ഒരുങ്ങിയിട്ട് എന്തോ എന്റെ വഴി കയറി ഇരിക്കുന്നു നമ്മള്. എന്റെ വഴിയിലോട്ട് ചവിട്ടാൻ പോകുന്നില്ലല്ലോ. എന്റെ വഴിയിലോട്ട് നമ്മൾ ഇറങ്ങാൻ പോകുന്നില്ല. ഇതിന് രോഗം ഞാൻ കാൽപോർച്ച് മറ്റേ വസ്തുവാ. അവനെ അത് കൊടുക്കാൻ തന്നെ വസ്തു. പട്ടിക്കറി കുറമോന് മലപ്പുറത്തുനിന്ന് തെണ്ടിക്കറി കൊണ്ടുവന്നതാ. മലപ്പുറത്തുനിന്ന് ഒരു പട്ടിക്കറി കുറമോനെ, ഒരു കണിയാക്കറി കുറമോനെ കൊണ്ടുവന്നതാ മലപ്പുറത്തുനിന്ന്. വേറെ ഒന്നും കൊണ്ടുവരാൻ ഒത്തില്ല. മലപ്പുറത്തുനിന്ന് ഒരു കണിയാനെയാണ് കിട്ടിയത്. കൊണ്ടുപോലെ പോച്ചേക്കാരെ വസ്തു പിടിച്ച് പറിക്കാൻ, തത്വത്തിന്റെ വസ്തു പിടിച്ച് പറിക്കാൻ പോയി. മറ്റവരുടെ വേറെ അത്ര വൃത്തിയിൽ പോയി പിടിച്ച് പറിക്കാൻ പോയി ഒത്തില്ല. ഇപ്പോൾ സർക്കാർ പിടിച്ച് പറിക്കാൻ എത്ര വർഷം കൊണ്ട് നോക്കുന്നു. ഭക്ഷണമായിട്ട് ഒരു ജോലി കഴിഞ്ഞ് ഇവൻ പോകുന്നില്ല. ഇവൻ വല്ല ജോലിക്കും കഴിഞ്ഞ് പോകുന്നു. ഇവനെങ്ങനെ ഈ കാശ്? ഇവന് എന്തോ കാശ്? ഇവന്റെ വീട്ടിലെങ്ങനെ എവിടുന്ന കാശ്? ജോലി അവന്റെ ജോലി മോശം. ഇവൻ വർഷങ്ങളായിട്ട് പോകുന്നില്ല. വർഷങ്ങളായിട്ട് ഇവന് ജോലിക്ക് പോകുന്നില്ല. ഇവനെങ്ങനെ ഇവര് കാശിവന്? ഇവൻ നല്ല ശരിക്ക് കുടിക്കുന്നുണ്ട്. നല്ല ശരിക്ക് എന്തുവാ 3-4 പ്രാവശ്യം പോയി കണ്ടെത്തുന്നല്ല. നല്ല ശരിക്ക് കുടിച്ച് വരുന്നുണ്ട്. അതൊക്കെ എന്താ അറിയാമോ? നല്ല ശരിക്ക് കുടിച്ച് പണ്ട് വഴി കിടക്കലായിരുന്നു എന്റെ ജോലി. പിന്നെ പണ്ടല്ല ഇപ്പോഴും വഴി കിടക്കും. ഇപ്പോഴും വഴി കിടക്കില്ല ജോലി. തമ്പി കുറേന്റെ കുഴി കിടന്നതാ. അതിനും കുഴി കിടന്നതാ. അതിനും കുഴി കിടന്നതാ. ഇവൻ ഈ പണ്ട് പഞ്ഞാത്തായിരുന്നു വഴി. അന്നേരം ആ വഴിയിലെല്ലാം കിടപ്പായിരുന്നു. ഇവൻ നാരങ്ങായി കൊല്ലുന്ന സാധനം ഇതിന്റെ ചുറ്റിനെ ഞാൻ ചെറിയ ഇങ്ങനെ കിടക്കുന്ന കാണായിരുന്നു കള്ളു കുടിച്ച്. എന്താ ഇവിടെ ഇരിക്കുന്നത്? നമ്മളെവിടെ പോകുന്നു കള്ളു കുടിക്കാൻ? എവിടെ പോകുന്നു കള്ളു കുടിക്കാൻ? ഇവിടെ പണിയിട്ട് 30,000 രൂപ കിട്ടിയാൽ ഇവിടെ കറണ്ട് ബില്ല് അടയ്ക്കണം, ഗ്യാസ് വാങ്ങിക്കണം, പാല് വാങ്ങിക്കണം, പച്ചക്കറി വാങ്ങിക്കണം, മീൻ വാങ്ങിക്കണം, പലതും ചെയ്യാനുണ്ട്. ഇത് കള്ളു കുടിക്കാനല്ല ഞങ്ങൾക്ക് കാശ്. ഞങ്ങൾ കള്ളല്ല കുടിക്കുന്നത്. ഞങ്ങൾ വാങ്ങിച്ച് കുടിക്കുന്നത് തിന്നുന്നത് ഇവിടെ ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്തുവാ തിന്നുന്നതെന്നുള്ളത്. നീ തിന്നുന്നതെന്നാണ് ശരിക്കുള്ള നല്ല വില കൂടിയ നല്ല ആഹാരങ്ങൾ ഞങ്ങൾക്ക് കള്ളു കുടിക്കാൻ പസങ്ങള് ഡ്രഗ്സ് MDMA ഒന്നും തിന്നുന്ന കാര്യം ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ നല്ല സാധനങ്ങൾ വാങ്ങിച്ച് തിന്നുന്നുണ്ട്. കടയിൽ ഓരോ പ്രാവശ്യം പോകുമ്പോൾ 1000 അതിനപ്പുറം നമ്മൾ ചെന്ന് തിരക്കാതെ കേട്ടതാ. നിന്നെ കൂട്ടിങ്ങനെ അവിടെ പോയി ഇങ്ങനെ കള്ളും കുടിച്ച് നീ ഇങ്ങനെ കവറ് വാട്ടിയാട്ടി വരുമല്ല. ആളുകൾ കാണുന്നുണ്ട് ഞാൻ എന്തോ വാങ്ങിച്ചോണ്ട് വരുന്നതിനുള്ളത്. നല്ല ശരിക്ക് കവറിനകത്ത് എന്തോ വാങ്ങിക്കുന്നതിനും കടക്കാർക്കെല്ലാം അറിയാം. എന്റെ എറണാകുളക്കാർക്കും രഞ്ജു ബേക്കറിയിലും ഒക്കെ വാങ്ങിക്കുന്നത്. അവർക്ക് നല്ലപോലെ അറിയാം ഞാൻ എന്തോ വാങ്ങിക്കുന്നത്. അവിടെ കള്ളും കഞ്ചാവൊന്നും വിൽക്കുന്നില്ല. ഉണ്ടോ? അവിടെ കള്ളും കഞ്ചാവാണോ അവിടെ വിൽക്കുന്നത്? എന്തായാലും
എന്താണെന്നോ കല്ലും കഞ്ചാവും അല്ലെ പിന്നെ രഞ്ജുവിലും അങ്ങനെയല്ല. ഞാൻ രഞ്ജു ബേക്കറി ചെല്ലുമ്പോൾ അവിടെ പച്ചക്കറിയും സാധനങ്ങൾ കഴിക്കുന്നത്. കല്ലും കഞ്ചാവൊന്നും ഞാൻ കണ്ടില്ല. തോന്നിയാസം പറഞ്ഞു പിടിപ്പിക്കാൻ എന്താ വരുന്നത്? തോന്നിയാസം എന്നൊന്നും പറഞ്ഞ് പെണ്ണുങ്ങളെ കൊണ്ട് പിടിപ്പിക്കുന്നത്. ആരെങ്കിലും എന്റെ പുറകിൽ നടക്കാൻ ഏതൊക്കെ എന്റെ പുറകിൽ നടക്കേണ്ടത്? ഏതാനും എന്റെ പുറകിൽ നടക്കേണ്ടത്? ഇവന്മാർക്കൊന്നും പറ്റാത്തതുകൊണ്ട് അവനെ ഇങ്ങനെ അവന്മാരെ ഇങ്ങനെ ഒപ്പിക്കാൻ നോക്കുന്നത്. എന്താ പറയുന്നത്? ഇവന്മാരാണോ നമ്മുടെ പാർട്ട്ണറിനെയൊക്കെ എന്റെ സ്വത്താക്കാം അല്ലെ ഞാൻ ആരുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ ഇവരൊക്കെ തീരുമാനിക്കാനാരാ? ഇവരൊക്കെ ആരാ തീരുമാനിക്കാന്? സെന്റ് സ്ഥലവും അടിച്ചു മാറ്റാനായിട്ട് കുറെ ആളുകൾ എന്റെ പുറകിന് ഇല്ലാത്തത് നമ്മളെ എവിടെയെങ്കിലും കൊണ്ട് ഇതുപോലെ ഇവിടുന്നൊക്കെ നല്ല പരിചയമാ. കണ്ട് എന്തോ ആനന്ദൻ എന്ന് പറയുന്ന അങ്ങേറെ സ്വത്ത് മുതലിന്റെ അടിച്ചിട്ട് കാപ്പെണ്ണുമ്പിടെ അവിടെ കൊണ്ടിട്ട് അവർ അതുപോലെ ഇവിടെ ആങ്ങളമാരെയെല്ലാം ഇവിടെ പല രീതിയിലാക്കിയിട്ട് അവന്മാരെല്ലാം അവരുടെ സ്ഥലമെല്ലാം അടിച്ചു മാറ്റിയിട്ട് അവന്മാരെ ഇവിടെ കൊണ്ടിട്ട് അതുപോലെ നമ്മളെ ഏതാണ്ടൊക്കെ എന്തൊക്കെയോ ചെയ്ത് റെഡിയാക്കാൻ വേണ്ടി യുവമാരിങ്ങനെ ശ്രമിക്കുന്നു എന്റെ സ്വത്തും മുതലും അടിച്ചു മാറ്റാനായിട്ട്. എന്റെ സ്വത്ത് മുതലിനും അവകാശമുണ്ട് മാളവിക. എന്റെ സ്വത്തിന് മുതലിന് അവകാശമുണ്ട് മാളവിക, അവകാശമുണ്ട്. അല്ലാതെ കണ്ടകർമാർക്കുള്ളതല്ല. മനസ്സിലായില്ലയോ? ഇവർക്കൊന്നും ഉള്ളതല്ല. പ്രധാനമന്ത്രിത്തിലെ അമ്മമാർക്കും ഉള്ളതല്ല എന്റെ സ്വത്ത്. എന്റെ സ്വത്തിന് അവകാശമുണ്ട്. ഇവിടെ ആങ്ങളമാരെല്ലാം എന്താ പോലെ ഇങ്ങനെ തളർന്ന് കുടഞ്ഞ് ഇങ്ങനെ തളർന്നു. ഇവന്മാർ ഇത് ഓരോന്ന് ചെയ്യുന്ന തളർത്തുന്ന പരിപാടിക്ക് ഇവന്മാരിലുണ്ട്. അതാ തളർത്തുന്നത്. ലേഖനമൊക്കെ അയച്ച് ഏതാണ്ടെല്ലാം കലക്കിക്കൊടുത്ത് അവന്മാരെ അങ്ങനെ ആക്കിയതാ. അതായത് വെറുതെ അല്ല അവന്മാരെ അങ്ങനെ ആക്കിയ പൊള്ളേരി കളി അവരവനെ അച്ഛൻ രണ്ടവന്മാരും അങ്ങനെ തന്നെ പൊള്ളേരി മൂത്ത് അങ്ങനെ ആദ്യം ചത്തത്. അവിടെ ഇതുപോലെ തന്നെ എല്ലാവരുടെ ഒരേ രീതിയിലുള്ള ഇതാ. അവരെയും മദ്രാസിലാണ് ജോലി ചെയ്ത് ജീവിക്കുകയാണ് അവന്റെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട്. മുരളി എന്ന് പറയുന്നവൻ അവനെ ഇവിടെ എന്റെ മക്കളും എല്ലാം കൂടെ ചെന്ന് ആ പെണ്ണുമ്പിള്ളെ ഏതോ ഇതുപോലെ ഏതാണ്ട് ആണുങ്ങളുടെ കൂടാതെല്ലാം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവനെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഒറ്റയ്ക്കാക്കി എല്ലാം തല്ലിപ്പിരിച്ച് അവനെ എല്ലാം റെഡിയാക്കി അവന്റെ സ്വത്ത് നോക്കിയാൽ മുതൽ ആർക്കറിയാം എന്തുവാന്ന്. അവന്റെ സ്വത്ത് മുതലെല്ലാം മിക്കപരമാണ് എടുത്ത് അവൻ ചത്തു. ഇങ്ങനെ നടക്കുക. ഇങ്ങനെ പല പല രീതിയിലുള്ള ക്രിമിനൽ കുറ്റവാസനയായിട്ട് നടക്കുക ഇവന്മാര്. പലവരെ സ്വത്തടിച്ചു മാറ്റാൻ ഇങ്ങനെ പലരെയും പല രീതിയിൽ ക്രാഫ് ചെയ്ത് നടക്കുന്ന ഇവന്മാര്. പ്രധാനമന്ത്രി സോമരാജനെ കണ്ടവനുമെല്ലാം എന്താ പറയുന്നത്? എന്റെയൊക്കെ ഹിസ്റ്ററി എടുത്താൽ അറിയാം. കൊല്ലും കൊല ചെയ്ത് നടക്കുക കുറെ ആൾമാരും അവന്മാരും. കൊല്ലും കൊലയൊക്കെ ചെയ്ത ഇതുപോലെ സ്ഥലവും വാങ്ങിച്ച് വീട് വെച്ച് ഇങ്ങനെയൊക്കെ വെച്ചടിച്ച് നടക്കുക കുറെ ആൾമാർ. നമ്മുടെ അടുക്കലോട്ട് വരുന്ന അങ്ങനത്തെ ആൾമാര് കൊല്ലിച്ചാൽ നമുക്ക് ഈ കൊല്ലും കൊലയൊന്നും ചെയ്ത് പരിചയമില്ല. നല്ല പരിചയമില്ല ആൾമാർക്ക്. ഒരുമാതിരി ചുമ്മാ ഇരുന്നാൽ മതി. ഓരോ ആൾമാരെ അവന്മാരെ എല്ലാം കെട്ടിയേച്ച് ഒറ്റയ്ക്കാക്കിയേച്ച് മാറി നിന്നേച്ച് ഓരോ അവന്മാരെ ഇതുപോലെല്ലാം വിഷമെല്ലാം കൊടുത്ത് കൊന്നേച്ച് ആത്മഹത്യാന്നെല്ലാം പറഞ്ഞ് പിന്നെ നിമിഷ നേരം കൊണ്ട് ആ സ്ഥലവും വാങ്ങിച്ച് വീടുമെല്ലാം വെച്ച് ഇങ്ങനെ മണിമാളികയിൽ കയറി ഇരിക്കുന്ന ഇവന്മാരും. ഈ പരിപാടിയൊന്നും നമ്മളെ ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ ദൈവം കാണുന്നുണ്ട് ഇതെല്ലാം. ഏതവൻ ചെയ്താലും നല്ല സർട്ടിഫിക്കറ്റ് ഒന്നും നിനക്ക് കിട്ടത്തില്ല. ഏതവക്കായാലും ശരി ഏതായാലും ശരി എല്ലാം ദൈവം കാണുന്നുണ്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ. എന്റേത് പിടിച്ചു വയ്ക്കാൻ നടക്കുന്നു. പിന്നെ ഓരോ ആണുങ്ങളുടെ ഇങ്ങനെ പെണ്ണുങ്ങളുടെ കൂടെ കൂടി അവന്മാരെ എല്ലാം സ്വത്ത് വരെ വിറ്റഴിപ്പിച്ചായിട്ടാണ് ഇവന്മാരെ റെഡിയാക്കി ഇടുന്നത്. നേരം കൊടുത്ത വയ്യോളം ഈ പരിക്കകത്തായിരിക്കുന്നത്. വേറെ ഇങ്ങോട്ടും പോകുന്നില്ല. പിന്നെ ഈ പറമ്പ് ജോലിയുണ്ട്, പറമ്പിലെ ജോലി നോക്കും. പയ്യെ എനിക്ക് ജോലി നോക്കാം. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. കളക്ടർ ഓർഡർ ഇടാൻ എന്തുവാണ്? കളക്ടർ എല്ലാവരെയും വീട്ടിലോട്ട് വേണം. കളക്ടർ നീ നോക്കിയേച്ച് പോ. എന്തോ തോന്നിയാസം എന്നുള്ളത് നീ കണ്ടിട്ട് പോ. തോന്നിയാസല്ലേ ഇവന്മാരെ ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പുകയടിച്ചു ഞങ്ങളെ ഇതാക്കുക. ഇങ്ങോട്ടേക്ക് അടിക്കേണ്ടി പോകാം. നമ്മുടെ പെരയുടെ വീടോട്ട് കൊണ്ടുവിട്ട് അടിച്ചു ഇങ്ങോട്ട് മേമ്പട്ട് വരുന്നത് സാധാരണ വിചാരിക്കുന്ന പോലെ എന്തോ പോലെ പിന്നെ പുക മേമ്പട്ട് ഇങ്ങനെ കുത്തിപ്പിടിക്കാൻ വരുന്നത് മുക്കിലോട്ട് വന്ന് അടിച്ച് കയറ്റുക. ഇതൊക്കെ നാണമില്ലേ? ഇങ്ങനെ പണ്ടും തീരത്തിന്റെ കാര്യം ഇതുപോലെ കൊണ്ടുവന്നിരുന്നു. ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ പുകയെല്ലാം കൂടെ പണ്ടും ഇതുപോലായിരുന്നു. സോമൻ എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ ആ പടിഞ്ഞാറെ മൂലയ്ക്ക് നമ്മുടെ ആ പടിഞ്ഞാറെ മൂലത്തോട്ട് കൊണ്ടിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട്. അവന്റെ ഇപ്പോഴത്തെ ഈ പെരവയ്ക്കുന്നതിന്റെ മൂല ഇല്ലയോ? ആ രണ്ടും കൂടുന്ന വടക്കുവശവും ഈ വശവും കൂടെ കൂടുന്ന മൂലത്തോട്ട് കൊണ്ടായിരുന്നു തീരുന്നത്. അന്ന് 2019-20 ഇപ്പൊ കണ്ടില്ലേ തീരാട്ട് കൊണ്ടുവന്ന് പുകയിട്ടിട്ട് ഇവിടെ ഇരിക്കണമായിരുന്നു. രാവിലെ